നമസ്കാരം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി ഇന്ന് വരികയുണ്ടായി. എന്നാൽ ആ കോടതി വിധിയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ട ഒന്ന്, കഴിഞ്ഞ ദിവസം ബഡ്സിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റി കോടതിയിൽ സമർപ്പിച്ച ഒരു ഉത്തരവിനെ കുറിച്ചാണ്. ആ ഉത്തരവ് ഇങ്ങനെയാണ് പറയുന്നത്: കഴിഞ്ഞ ദിവസം ബഡ്സ് കേസിലെ അപ്പീലിനിടയിൽ കോടതി കോമ്പീറ്റന്റ് അതോറിറ്റിയോട് ആരാഞ്ഞിരുന്നത് നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ള പ്ലാൻ അടുത്ത സിറ്റിംഗ് ദിവസം സമർപ്പിക്കണം എന്നാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരുന്നത്. കോടതി പറഞ്ഞത് പ്രകാരം ഒരു പ്രപ്പോസൽ, എങ്ങനെ നിക്ഷേപകർക്ക് പണം കൊടുക്കാം എന്നതിനുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്നാൽ ബഡ്സ് അതോറിറ്റിക്ക് വേണ്ടി ബഡ്സ് അതോറിറ്റി പറയുന്നത് ഈ നിയമത്തിൽ തന്നെ എങ്ങനെ അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്ന കമ്പനികളുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യണമെന്നും അത് എങ്ങനെ കോടതിയിൽ അത് സ്ഥിരപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ അത് എങ്ങനെ വിതരണം ചെയ്യണം, ഈ തട്ടിപ്പിൽ ഇരകളായപ്പെട്ടിരിക്കുന്നവർക്ക് എങ്ങനെ വിതരണം ചെയ്യണമെന്നും ഈ നിയമത്തിൽ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള പ്രപ്പോസലുകളും മറ്റു തരത്തിലുള്ള കമ്മിറ്റികളും എല്ലാം തന്നെ ഈ ഒരു നിയമത്തെ ദുർബലപ്പെടുത്തും, അതിനെ മറികടക്കും എന്നുള്ള കാര്യമാണ് നിയമത്തെ തന്നെ മറികടക്കും എന്നുള്ള കാര്യമാണ് കോമ്പീറ്റന്റ് അതോറിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉത്തരവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിക്കാൻ സാധ്യമല്ല എന്നും അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തെ ദുർബലപ്പെടുത്തുമെന്നും ഭാവിയിലുണ്ടാകുന്ന ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് അതൊരു ഒത്താശയായി മാറുമെന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ സമർപ്പിക്കാൻ സാധ്യമല്ല എന്നും കോടതി ഉത്തരവിടും പ്രകാരം എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് വേണ്ടി ബഡ്സ് അതോറിറ്റി നിലകൊള്ളുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ഉത്തരവ് സമർപ്പിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിക്ഷേപകർക്ക് അനുകൂലമായുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിനെ കുറിച്ച് പറയാനാണ് മുഖ്യമായും ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന് വേണ്ടി ശ്രീ TA സജിയും നിക്ഷേപകർക്ക് വേണ്ടി ശ്രീ റഷീഖ് അഹമ്മദ് BAയും ഹാജരായി. അവരെ ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെ ഒരു തർക്കമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 200 കോടി രൂപ
200 കോടിയോളം രൂപ ബഡ്സ് അതോറിറ്റി പ്രൊവിഷണലി അറ്റാച്ച് ചെയ്യുകയും അത് കോടതി സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം 2019 പ്രകാരമാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ അപ്പീൽ വന്നിരിക്കുന്നത് ആ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്റെ അഭിപ്രായത്തിൽ നിരവധി ബാങ്കുകളിൽ കിടക്കുന്ന ഇൻട്രസ്റ്റ് പോലും ലഭിക്കാതെ കിടക്കുന്ന ഈ എമൗണ്ടുകൾ എല്ലാം തന്നെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ട്രഷറി ഡെപ്പോസിറ്റായി മാറ്റപ്പെടേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഡെപ്പോസിറ്റേഴ്സിന് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഒരു കറണ്ട് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള അക്കൗണ്ടുകളിൽ ഈ പണം നിക്ഷേപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കോമ്പിറ്റന്റ് അതോറിറ്റി ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു ട്രഷറി ഡെപ്പോസിറ്റായി 2 ആഴ്ചക്കുള്ളിൽ മാറ്റേണ്ടതാണ്. അതിന്റെ ഡീറ്റെയിൽസ്, ഇത് ഏത് ട്രഷറിയിലാണെന്നും എങ്ങനത്തെ അക്കൗണ്ട് ആണെന്നും അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നും കോമ്പിറ്റന്റ് അതോറിറ്റി ചെയ്തതിന് ശേഷം ഈ കോടതിയെ അറിയിക്കേണ്ടതാണ്. കൂടാതെ ഈ കാലയളവിനുള്ളിൽ കംപ്ലൈനന്റ് ആയിട്ടിരിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന സ്ഥാപനം നിക്ഷേപകരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും ഡെപ്പോസിറ്റുകൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതുമാണ്. ഇതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് നിക്ഷേപകർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന, തട്ടിപ്പിൽ പെട്ടുപോയ നിക്ഷേപകരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. രാജ്യത്തൊട്ടാകെയുള്ള നിയമമാണ്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഓർഡറുകൾ ഇടുന്നത്. വെറും 200 കോടി 212 കോടിയോ മറ്റോ മാത്രമാണ് ഈ കമ്പനിയുടെ അക്കൗണ്ടുകളിൽ ഇപ്പോൾ ഉള്ളത്. 3000 കോടിയുടെ തട്ടിപ്പാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇന്ന് ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കമ്പനി മണി ചെയിൻ കമ്പനിയാണ് എന്നുള്ളത്. എന്നാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിയമപരമായി നീങ്ങാതെ നിയമത്തെ കബളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് എങ്ങനെ ഈ തട്ടിപ്പ് ഈ കേരളത്തിൽ തുടരാം എന്നതാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് വലിയ 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 തിരിച്ചടി തന്നെയാണ് ജസ്റ്റിസ് ഗോപിനാഥൻ ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് നിക്ഷേപകരുടെ മാത്രം ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്.
അതുകൊണ്ട് ആർക്കെങ്കിലും ഈ കമ്പനിക്കെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ കോമ്പീറ്റന്റ് അതോറിറ്റിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇനി ഈ കോടതി വീണ്ടും ചേരുന്നത് ഓഗസ്റ്റ് മാസം 13-ാം തീയതി മാത്രമാണ്. അതിനിടയിൽ നിക്ഷേപത്തിന്റെ സെറ്റിൽമെന്റും അതുപോലെ തന്നെ കോമ്പീറ്റന്റ് അതോറിറ്റി ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കോമ്പീറ്റന്റ് അതോറിറ്റി മാത്രം ഫ്രീസ് ചെയ്ത ഒരു കേസല്ല, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൂടി ഫ്രീസ് ചെയ്ത ഒരു കേസാണ് എന്നുള്ളതാണ്.